ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ നമ്മുടെ കഫേയിൽ കൊടുക്കുന്ന ബെറിയപ്പിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. അപ്പം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കിയാലോ. ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. വാൾനട്ട് ഉണ്ട്, കുറച്ച് ഞാൻ സ്ട്രോബെറിയുടെ കോൺഫ്ലെക്സ് ആണ് എടുത്തിട്ടുള്ളത്, പിന്നെ കാഷ്യൂ, പിന്നെ ഡ്രൈ മാംഗോ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാനിത് ഓട്സ് ഹണിയും കൂടെ ചേർത്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ഹണി കൂടെ ചേർത്തതാണ്. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കുറച്ചൊരു ബ്ലൂബെറി എടുത്തിട്ടുണ്ട്, കുറച്ച് ഹാസൽനട്ട് എടുത്തിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം. ഞാനിവിടെ 2 ടൈപ്പ് യോഗേർട്ടാണ് എടുത്തിരിക്കുന്നത്. മാംഗോൻ്റെതും ബ്ലൂബെറിയുടെയാണ് എടുത്തിട്ടുള്ളത്. അപ്പം അത് കാരണം തന്നെ ഡ്രൈ മാംഗോവും ഡ്രൈ ബ്ലൂബെറിയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഓരോ ഫില്ലിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ യോഗേർട്ടിൽ കുറച്ച് കണ്ടൻസ് മിൽക്ക് മിക്സ് ചെയ്യണം. യോഗേർട്ടിന് മധുരമൊന്നും ഉണ്ടാവില്ല, അപ്പം അതിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്ക് കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പോരാത്ത കണ്ടൻസ് മിൽക്ക് ചേർത്ത് കഴിഞ്ഞ് നല്ലവണ്ണം ഒന്ന് അത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴേ ഈ കട്ടയുള്ളത് കുറച്ചൊരു ലിക്വിഡായിട്ട് വരുള്ളൂ. അധികം ലിക്വിഡ് എന്നല്ല, ഒരു ക്രീമി ആയിട്ട് കിട്ടണമെങ്കിൽ അതൊന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ല ക്രീമി ആയിട്ട് കിട്ടും. എങ്കിൽ മാത്രമേ നമ്മൾ ഇതിൽ ഒഴിച്ച് കഴിയുമ്പോൾ അതൊരു ഫ്ലോയിൽ ഒഴുകിയിട്ട് വരുള്ളൂ. അപ്പോൾ ഇതിൽ രണ്ടിലും ഒരു 1.5 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ചേർത്തൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് സെറ്റ് ചെയ്തെടുക്കാം. ഞാനൊരു ഗ്ലാസ് ഷീറ്റ് റോൾ ചെയ്ത് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് എടുത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ് അടിഭാഗം കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് ഫസ്റ്റ് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓട്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ലെയറായി ഇട്ട് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ആദ്യം മാംഗോൻ്റെ യോഗേർട്ടാണ് ഇടുന്നത്. അതിൻ്റെ മേലെ ഡ്രൈ മാംഗോ ഇട്ടു. പിന്നെയും ഡ്രൈ ഫ്രൂട്ട്സും കോൺഫ്ലെക്സും ഒക്കെ ഇട്ടതിന് ശേഷം ബ്ലൂബെറിയുടെ യോഗേർട്ട് ഇട്ട് ബ്ലൂബെറി മെല്ലയിലിട്ടു. അതിൻ്റെ ഏറ്റവും മേലയിലായിട്ട് കുറച്ച് ഐസ്ക്രീമും ഒന്ന് നല്ലവണ്ണം സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ലൂസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് പുൾ ചെയ്തെടുക്കാം. നമ്മുടെ ഒരു കസ്റ്റമർ തന്നെയാണ് ഇത് പുൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം മിക്സായിട്ട് വന്ന് കഴിയുമ്പോൾ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എറണാകുളം ഉള്ളവർ നമ്മുടെ കഫേയിൽ വന്നിട്ട് തന്നെ ട്രൈ ചെയ്യാൻ നോക്കുക. കല്ലൂർ LFC റോഡിലുള്ള ഗ്രീൻസങ്ങാടിൻ്റെ അടുത്ത് തന്നെയാണ് lanche എന്നുള്ള ഈ റെസ്റ്റോ കഫേ ഉള്ളത്. അവിടെ വേറെയും ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസൊക്കെ ഉള്ളതാണ്. അല്ലാത്തവർ ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്